ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു മാത്സ് എക്സാമിൻ്റെ റിവ്യൂ ചെയ്യാം. സോ ഫസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് മാത്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എനിക്ക് ഇനഫ് ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെക്ടർ ഓൾജിബ്ര 3D ഇൻ്റഗ്രൽസ് ഇത് മൂന്നിനും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, വിച്ച് മീൻസ് എനിക്ക് നല്ല പ്രശ്നമുണ്ട്. ഓക്കെ, ഇത് മൂന്നും ഇൻ്റർവൽസ് കഴിഞ്ഞു, പക്ഷേ എനിക്ക് ഇൻ്റർവൽസ് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. ആൻഡ് പറയുകയാണ് 3D ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അത്ര എത്തിയില്ല. ഞാൻ വെക്ടർ എത്തിയിട്ടുള്ളൂ, എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ, നോട്ട് സൈലം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതൊരു പ്രശ്നമാണ്. ബിക്കോസ് നമ്മൾ ഈ എക്സാം പേപ്പറിൽ അധികം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രം 3D, വെക്ടർ 3D ഉണ്ട്, വെക്ടർ, അതേപോലെ തന്നെ ഇൻ്റഗ്രൽസ്. ഇത് മൂന്നൊന്നും കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ പെട്ട അവസ്ഥയായിരുന്നു. അതായത് നമ്മൾക്ക് നോർമൽ വരുന്ന ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ പാറ്റേൺ ഒന്നുമല്ല, ഇവർ കുറേ ന്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ലൈക്ക് ഞാൻ അന്തം വിട്ടുപോയി പേപ്പർ കണ്ടിട്ട്, കാരണം എനിക്ക് ഒന്നും എഴുതാനില്ല പേപ്പറിൽ. സാധാരണ മാത്സ് ഞാൻ അത്യാവശ്യം നല്ലോണം എഴുതാറുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് എഴുതാറുണ്ട്. അതായത് ഞാൻ 2-3 പേപ്പർ എടുത്താൽ അതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ഇന്ന് അതൊന്നും പറ്റിയിട്ടില്ല. ഐ എം റിയലി സാഡ് സെയിങ് ദിസ് റിവ്യൂ. ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ പറയുന്നത് ഇതുവരെയായിട്ട് വിചാരിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. കാരണം ലിറ്ററലി നത്തിങ് എൻ്റെ പേപ്പറിൽ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ പാസ്സായാൽ മാത്രം മതി എന്നാണ്. ഞാൻ എക്സാമിന് മുന്നേ ഞാൻ പറഞ്ഞത് പറ്റില്ല, എനിക്കൊരു 30 എബവ് കിട്ടണം, അങ്ങനെയാണ്. ആൻഡ് ഇപ്പോൾ ലിറ്ററലി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് പാസ്സായാൽ മതി, അത്രേ ഉള്ളൂ. കാരണം ഓൺ എക്സാം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ലൈക്ക് നമ്മൾ പറയില്ല, കുറച്ച് പഠിക്കുന്ന കുട്ടികൾ അടക്കം എല്ലാവരും പറഞ്ഞത് ഇത് ടഫാന്നാണ് ഈ പേപ്പർ. കാരണം ഇത് വല്ലാത്ത പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായത്. നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസേ അല്ല, എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ടഫാണ്. എനിക്ക് ടഫാണ് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു പാറ്റേൺ അല്ല ചോദിച്ചത്, അതുകൊണ്ടാണ് ടഫാണ് കാരണം. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും, നമ്മളത് പഠിച്ച് സെറ്റാണ്. എന്നാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പാറ്റേൺ മാറുന്നുണ്ട്, അപ്പൊ നമുക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇതൊക്കെയാണ് പ്രശ്നം ബേസിക്കലി. അപ്പൊ തൃപ്തിയായിട്ടുണ്ട് എനിക്ക് എക്സാം പേപ്പർ കണ്ടപ്പോൾ. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ചോദിച്ചത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. ആൻഡ് എനിക്കത് ഒന്നും എഴുതാൻ പറ്റിയില്ല, ബിക്കോസ് ഇറ്റ് വാസ് സോ ഡിഫിക്കൾട്ട് ഫോർ മീ. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, എനിക്കൊരു ആൻസർ എഴുതാൻ പറ്റില്ല. പക്ഷെ സൈലം ലൈവിൽ പറഞ്ഞ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പക്ഷേ അത് വെക്ടർ ആണ്. വെക്ടർ ഞാൻ പഠിക്കാത്തതുകൊണ്ട് തന്നെ ലൈവിൽ മാത്രം കണ്ടത് കാണാപ്പാഠം പഠിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ടോട്ടലി പഠിക്കാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചിട്ടില്ല, എഴുതിയിട്ടുമില്ല. സോ അതാണ് അവസ്ഥ. വെക്ടറിനാണ് കുറെ നല്ല മാർക്കിന് ലാസ്റ്റിലേക്കൊക്കെ വെക്ടറിനാണ് ചോദിച്ചത്. പിന്നെ ഒരു ഭാഗ്യത്തിന് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് നിമിഷത്തിൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് 3D ആപ്പാടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസ് ഫോർമുലയാണ്, അത് മാത്രം നീ എങ്ങനെയും പഠിച്ചോ, എന്നാൽ പിന്നെ നിനക്ക് ആ 4-6 മാർക്ക് കിട്ടുമല്ലോ. അങ്ങനെ അപ്പൊ തന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇക്വേഷൻ എനിക്ക് പറഞ്ഞു തന്നു, എങ്ങനെ ചെയ്യണ്ടേന്ന് പറഞ്ഞു തന്നു. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ആ തോന്നുന്നത് എനിക്ക്. ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ അതേപോലെ എഴുതി കൊടുത്തു. സോ ഐ എം റിയലി ഹാപ്പി. കാരണം എൻ്റെ ഫ്രണ്ട് അത് പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് ഒന്നും ആ പേപ്പറിൽ ഉണ്ടാവില്ലായിരുന്നു. സോ ഐ എം റിയലി ഹാപ്പി. പിന്നെ സോ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് കമന്റ് ചെയ്യുക. സോ ഇന്നത്തെ റിവ്യൂ ഇത്രേ ഉള്ളൂ, എനിക്ക് അധികം ഒന്നും പറയാനില്ല. നല്ല ടഫ് എക്സാം ആയിരുന്നു എനിക്ക് പേഴ്സണലി. സോ സീ യു സൂൺ ഇൻ ദ വീഡിയോ. ടിൽ ദെൻ ബൈ. അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാത്തതുകൊണ്ടാണ് എക്സാം ടഫ് എന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പഠിച്ചിട്ടും നമുക്കത് എഴുതാൻ പറ്റാത്തത് ഭയങ്കര പരിപാടിയാണ്. അതായത് ഞാൻ കുറേ പഠിച്ചിട്ട് അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട് ആ 3 ചാപ്റ്റേഴ്സ്, എന്നാലും ഞാൻ തീരെ നോക്കാതൊന്നും ഇരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുമുണ്ട്, എന്നിട്ട് പോലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ക്വസ്റ്റ്യൻ രീതി വരുന്ന പാറ്റേൺ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതായിട്ട് യൂസ് ടു അല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിഫിക്കൽട്ടായി തോന്നിയതാണ്. അപ്പം ഞാൻ ഇന്നലെ രാത്രി 12-1 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ വീണ്ടും 6 മണിക്ക് എണീറ്റ് വീണ്ടും ഇരുന്ന് പഠിച്ചു. എന്നിട്ടും എൻ്റെ അവസ്ഥ ഇതാണ്. സോ ദോസ് ഹു ആർ ടെല്ലിങ് ദാറ്റ് പഠിക്കാഞ്ഞിട്ടാണ് ഇതൊന്നും കിട്ടാത്തതെങ്കിൽ ദിസ് ഇസ് മൈ ആൻസർ ടു യു. ആ പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ആൻസർ എഴുതുമ്പോൾ ഞാൻ ഉള്ളിൽ എൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് പുറത്ത് കേൾക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ആൻസർ എഴുതുന്ന സമയത്ത് അത്രയ്ക്കും ടെൻസ്ഡ് ആയിരുന്നു ഞാൻ ഭയങ്കര വെറീഡ്. എൻ്റെ കൈയൊക്കെ നല്ല രീതിക്ക് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എക്സാമിന് സാധാരണ അങ്ങനെ വരാറില്ല. കാരണം ഈവൻ തോ ഫിസിക്സ് എക്സാം എഴുതുമ്പോൾ പോലും എനിക്ക് അങ്ങനെ സ്വെറ്റിങ്ങോ, ബയോളജി വരെ എഴുതുമ്പോൾ എനിക്ക് സ്വെറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഈ മാത്സ് എക്സാം എഴുതുമ്പോൾ സ്വെറ്റിങ്, എനിക്ക് ടെൻഷൻ വന്നാലേ സ്വെറ്റ് ചെയ്യുക ബേസിക്കലി മെയിനായിട്ട്. അപ്പം ഞാൻ അവിടുന്ന് ഫാനിൻ്റെ താഴത്താണ് ഞാൻ നിൽക്കുന്നത്, പക്ഷെ ഞാൻ വിയർത്ത് കൈയൊക്കെ ഫുൾ സ്വെറ്റ് ചെയ്തിട്ടാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഭയങ്കര എന്താ പറയുക, മാത്സ് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഫിസിക്കലി ഇമോഷണലി ഒക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു എക്സാം എഴുതുമ്പോൾ.